അല്ലാഹുവിന്റെ ഹബീബ് ഖൽബിൽ കയറിയിട്ട് പ്രണയം കൊണ്ട് മദീനത്തേക്ക് ആശിക്കണം. ഒരുപാട് സ്വലാത്ത് ചൊല്ലിയിട്ട് രാത്രി കിടക്കുമ്പോ ഇമാമീങ്ങളെ മുഴുവനും കണ്ടതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണണ്ടേ മോളെ? എന്തു രസമാണ് ഹബീബ്. ശമായില് വായിക്കുമ്പോഴല്ലേ സൗന്ദര്യത്തിന്റെ പ്രകാശനം. എന്തു രസമാണ് ഹബീബ്. കണ്ടവരെഴുതുമ്പോഴല്ലേ ആശ്ചര്യപ്പെട്ടു പോകുന്നത്. സാബിത്ത് ബുന്നാനി റളിയല്ലാഹു അൻഹു കണ്ടില്ലേ? അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ച് ചുംബിക്കുന്നു. ഹബീബിന്റെ കൈ തട്ടിയ കൈയല്ലേ അനസേ? ഒന്ന് മുത്തിക്കോട്ടെ. തുഫാഹത്തുൻ മസ്സത് ബിയദിൻ മസ്സത് ബിഹാ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ തട്ടിയ കൈയല്ലേ? അതിൽ വെച്ച ആപ്പിളല്ലേ? കടിക്കാനുള്ളതല്ല, മുത്താനുള്ളതാണ്. സാബിത്തുൽ ബുന്നാനി പറഞ്ഞില്ലേ, അനസ് റളിയല്ലാഹു അൻഹുവിനെ കിട്ടിയില്ലെങ്കിൽ അവിടുന്ന് ഹജറുൽ അസ്വദിനെ മുത്തുന്നു. ഹബീബിന്റെ ചുണ്ട് തട്ടിയ സ്ഥലമല്ലേ? മക്കത്ത് പോകാനും കഴിഞ്ഞില്ലെങ്കിൽ ഹജ്ജിന് പോയി വന്ന ഹാജിമാരെ വിളിച്ചു നിർത്തിയിട്ട് വരുന്ന വഴിക്ക് തന്നെ ചുണ്ടത്ത് ചുംബനം കൊടുത്തോ? ഹജറുൽ അസ്വദ് മുത്തിയ ചുണ്ടാണെങ്കിൽ, കാരണം ഹബീബ് ചുംബിച്ച കല്ലിനെ ചുംബിച്ച ചുണ്ടുകളാണ്. അതാണ് അനുരാഗത്തിന്റെ ആത്മീയ ഭാഷ. അതാണ് പ്രണയത്തിന്റെ പ്രകടമായ വഴി. അതാണ് അനുരാഗത്തിന്റെ ആത്മാവിഷ്കാരം. അതാണ് ആത്മസമർപ്പണത്തിന്റെ ജ്വാലകൾ ഉയരുന്ന അനുരാഗ പ്രയാണം. അതാണ് വാചകങ്ങൾക്ക് വഴങ്ങാത്ത വിധേയത്വത്തിന്റെ വിശദീകരണം. അതാണ് വാചകങ്ങൾക്ക് ഒതുങ്ങാത്ത വർണ്ണനകളുടെ വസന്തം. അതാണ് അനുരാഗ രാഗങ്ങളുടെ അലതല്ലുന്ന അലമാലകളോട് ഹൃത്തടത്തിൽ നൽകുന്ന ആത്മചുംബനത്തിന്റെ ആ മർമ്മരങ്ങൾ അവിടെയാണ്. അവിടെയാണ് ഹബീബി വമലാഹി വമശ്റബി വകൽഫി വദിസാലി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഞാനെന്തു പറയാനാണ്? എനിക്ക് മദീനയിലെ മണ്ണിന്റെ വിലയില്ലാത്തവനാണ്. മദീനയിലെ മണ്ണ് കണ്ണിലണിയുന്ന സുർമയേക്കാൾ അമൂല്യമാണ്. ആൾത്താരയിൽ വെക്കുന്ന പേൾസിനേക്കാൾ മുത്തിനേക്കാൾ രത്നമാണ്. ആ മണ്ണ് ചളിയാണെന്ന് പറഞ്ഞാൽ അടികൊടുത്തിട്ട് ജയിൽവാസം കൊടുക്കണമെന്ന് മദ്ഹബിന്റെ ഇമാമിങ്ങള് ഫത്വ കൊടുത്തതാണ്. ആ മണ്ണിന്റെ വിലയുണ്ടോ നമുക്ക്? മദീനയുടെ വിലയുണ്ടോ നമുക്ക്? മദീനയുടെ മൂല്യമുണ്ടോ നമുക്ക്? മുഹമ്മദ് കറോസ ഖരീബാ രഹാ ഹേ बुलंदी पे अपना नसीबा रहा है. फरिश्तों ये दे दो पैगाम उनको, खबर जाके दे दो उनको फरिश्तों के खादिम क्या खादिम तुम्हारा सईदा रहा है. मदीना 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 बराबर लुत्फ देता है नामे मदीना.
മദീന. ആ മദീനയുടെ മണൽപ്പരപ്പിലൊന്ന് പിടഞ്ഞു വീഴാനല്ലേ വിശ്വാസി മനസ്സം കൊതിക്കുന്നത്. അവിടുത്തെയുടെ മുമ്പിൽ ചെന്ന് നിന്നല്ലേ വേദന പങ്കുവെക്കുന്നത്. എനിക്ക് പറയാനറിയില്ല, എനിക്ക് പ്രണയമറിയില്ല, എനിക്ക് വാചകമറിയില്ല, ഞാനിവിടെ ഭ്രാന്തനാണ്, എനിക്ക് വാചകങ്ങൾ നിശ്ചയമില്ല, ഞാനിവിടെ ഭ്രമം നഷ്ടപ്പെട്ടു പോയി ചിത്തഭ്രമം സംഭവിച്ചവനാണ്, എനിക്ക് ഭാഷയറിയില്ല, ഒന്നറിയാം, എന്റെ ഹബീബിന്റെ കാൽക്കീഴിലെ ഒരു മണൽത്തരിയായ ഞാൻ സ്വർഗത്തിലെത്തുമേ. റോമിന്റെ കിരീടം വേണ്ട, സാർ ചക്രവർത്തിമാരുടെ സിംഹാസനം വേണ്ട, ഒരു ഭരണാധികാരിയുടെയും തലയിലോ സിംഹാസനത്തിലോ ഇടം വേണ്ട, എനിക്കെന്റെ രാജാവിന്റെ ചെരുപ്പിന്റെ അടിയിലെ ഒരു മണൽത്തരിയായ മുസ്തഫാക്കി हम फकीरों को मदीने की जली अच्छी लगी. പാവപ്പെട്ടവർക്ക് മദീനയാണ് അഭയം, അനുരാഗികൾക്ക് ത്വയ്ബയാണ് അഭയം, എല്ലാ ലോകത്തിന്റെയും സമാധാനത്തിന്റെ ഗേഹമാണ് മദീന. I love all this my beloved love, I love the people of Medina, I love the peace in Medina, I love the sands of Medina, I love the streets of Medina, beauty lies within every atom of Medina, even the birthing place of Medina. ഈ കാണുന്ന വൃക്ഷങ്ങൾ ചലിക്കുന്നത് മദീനയുടെ രാഗമാണ്, ഈ മണൽത്തരികൾ ഉരക്കുന്നത് മദീനയോടുള്ള മർമ്മരമാണ്. വാനമ്പാടികൾ, വാനത്തെ ഒരുപാട് ലോകത്തെ പ്രപഞ്ചത്തിന്റെ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ഉപരിലോകത്തെ ചലനങ്ങളെല്ലാം മദീനയോട് വിധേയമാണ്. ഓ ചന്ദ്രനെ, നീ എന്തിനാണ് ഈ മദീനയിൽ പോയി മുകളിൽ നിൽക്കുന്നത്? താഴെ ഹബീബല്ലേ കിടക്കുന്നത്? ക്ഷമിക്കണേ, അതുകൊണ്ടാണ് ഞാൻ മദീനയുടെ മുകളിൽ ചെന്നിട്ട് പിന്നെ ചെറുതായി ചെറുതായി ഇറങ്ങി വന്നിട്ടൊരു നാരുപോലെയാകുന്നത്. ഓ സൂര്യനെ, നീ എന്തിനാണ് ഇങ്ങനെ മുകളിൽ കയറി നിൽക്കുന്നത്? ക്ഷമിക്കണേ, എന്റെ അൾട്രാവയലറ്റ് ഇൻഫ്രാറെഡ് രശ്മികൾ ഹബീബിനെ തൊട്ടിട്ടില്ല. ആകാശമേ, നീ ഗമനടിക്കേണ്ടതില്ല, നീ മുകളിലാണെന്ന ഗമ വേണ്ട, എന്റെ പള്ളയിലാണ് ഹബീബെന്ന് ഭൂമിയുടെ ഭാഷ. ഭൂമിയെ, നിനക്ക് മാത്രമുള്ളതല്ല ഹബീബ്, എന്റെ നടുവളഞ്ഞു പോയത് ആ ഹബീബിനോട് വിനയം കാണിച്ചിട്ടാണ്. ആകാശം പറയുന്നു അനുരാഗത്തിന്റെ ആദരണീയ ഭാഷ, ലോകം മുഴുവനും പറയുന്നു പ്രവാചക പ്രണയത്തിന്റെ പ്രമേയം. മനുഷ്യ, ഇതൊരു വികാരമായി വരട്ടെ, മദീനയോടുള്ള വികാരം. ഇവിടുള്ള സാദാത്തുക്കളെ മുഴുവനും ആ വികാരത്തിലേക്ക് നമ്മെ ബന്ധിപ്പിക്കാനുള്ള കണക്റ്റിംഗ് ടിഷ്യൂസാണ്, ബന്ധിപ്പിക്കാനുള്ള തലങ്ങളാണ്. നമ്മുടെ ഉസ്താദുമാര് മുഴുവനും സമ്മതം വാങ്ങിയത് മദീനയിൽ നിന്നാണ്. എനിക്ക് പറയാനറിയാം, മർക്കസിന്റെ ഉയർച്ച, സാരഥികളുടെ വളർച്ച, സാധാത്തുക്കളുടെ സാന്നിധ്യം, ഇതെല്ലാം മദീനയിലെ രാജാവ് നോക്കി നടത്തുന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, പ്രവാചക
പ്രവാചകന്മാരുടെ അനന്തരഗാമിയായ പണ്ഡിതൻ എന്താണ് ചെയ്യുന്നതെന്ന് നേതാവായ നബി നോക്കാതിരിക്കുമോ? ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യനോട് മദീനയിലെ രാജാവിനെ സംവദിക്കാൻ തടസ്സമില്ലെങ്കിൽ ഭൂമിയുടെ മുകളിലിരിക്കുന്ന അനുയായിയോട് സംവദിക്കാൻ തടസ്സമുണ്ടോ? പ്രിയപ്പെട്ട മക്കളല്ല, എതിരാളികളാണ് ഖബറിലെങ്കിലും ഇതാരാണ് എന്നെ അറിയോ എന്ന് ചോദിച്ചിട്ട് നേരിടാൻ ദൂരം പ്രശ്നമല്ല, ഭൂമി പ്രശ്നമല്ല, ഒരു തടസ്സവുമില്ലെങ്കിൽ ഇവിടെയുള്ള പേരമക്കളെ നോക്കാതിരിക്കുമോ ഹബീബ്? അപ്പോൾ എനിക്കറിയാം നമ്മുടെ താജുൽ ഉലമയെ നോക്കുന്ന സയ്യിദാണ് മദീനയിലെ രാജാവ്. നമ്മുടെ ഖമറുൽ ഉലമയുടെ ചെയ്തികൾ ഒപ്പുവെച്ചു കൊടുക്കേണ്ട നേതാവാണ് മദീനയിലെ രാജാവ്. എന്റെയും നിങ്ങളുടെയും പ്രണയങ്ങൾ ആത്മബന്ധനത്തിന്റെ വരിഷ്ഠ തലത്തിൽ കിടന്ന് ഞെരിഞ്ഞു പിരിഞ്ഞ് ആത്മാർപ്പണം നടത്തപ്പെടേണ്ട മണ്ണാണ് മദീന. അതിനീ തോ കൈ മദീനെ ചൽ, ഇന്നല്ലെങ്കിൽ നാളെ ആ മദീനയിലെത്തണം. പറന്ന് പറന്ന് ചിറകൊടിഞ്ഞിട്ട് മദീനയിൽ വീണ ബഖീയിൽ അടങ്ങണം. നടന്ന് കാലൊടിഞ്ഞിട്ട് മദീനയിൽ പോയി വീഴണം. അവിടെ എങ്ങനെയൊക്കെയാണോ അവിടെ ഒരിടം കിട്ടുക, അത് കിട്ടാനൊരു നിയോഗം വേണം. കാരണം എന്റെ ഹബീബ് ചുംബിച്ച മണ്ണ്, അതിലൊന്ന് ചുംബിച്ചു കിടക്കാനാണ് മോഹം. കാരണം എന്റെ ലോകത്തിന് കിട്ടുന്ന എല്ലാ നെഗറ്റീവും ഹബീബിന്റെ അടുക്കൽ ഉയർച്ചയാണ്. അക്ഷരാഭ്യാസമില്ലാത്തവനെന്നത് നമുക്ക് ന്യൂനതയാണ്. ഹബീബിന് വിലാസമാണ്. യതീമായി പോയി എന്നത് നമുക്ക് വിഷമമാണ്. ഹബീബിനത് അഡ്രസ്സാണ്. കാരണം ഹബീബ് യതീമായതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഡയറക്റ്റ് തർബിയത്ത് കിട്ടുന്നത്. ആ അനുരാഗത്തിന്റെ ഹബീബിനെ ആത്മലയത്തിന്റെ മഹാപ്രപഞ്ചത്തിൽ നിന്ന് വരിഷ്ഠമായി ഏറ്റെടുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. അത് വാചകത്തിലല്ല, അത് കർമ്മത്തിലാകണം, അത് ഖൽബിലാകണം. അബൂ ജഅഫറുൽ ഖത്താനി റളിയല്ലാഹു അൻഹു എല്ലാ വർഷവും മദീനയിലെത്തുന്ന മഹാനാണ്. ഒരു വർഷം അപകടം പറ്റിയിട്ട് പോകാനായില്ല. കൂട്ടുകാരോട് പറഞ്ഞു, എനിക്ക് വരാൻ കഴിയുന്നില്ല, ഒരു കത്ത് കൊടുക്കുകയും. മുഅ്മിനീങ്ങളെ, ഞാൻ ഇത്രയും നേരം പറഞ്ഞത് എനിക്കെന്തെങ്കിലും ഇൽമുള്ളത് കൊണ്ടല്ല, ഞാൻ മുതഅല്ലിമാണ്. പക്ഷേ ഹബീബിനെ കുറിച്ച് 2 വാചകം പറഞ്ഞിട്ട് രാത്രിയൊന്ന് കിടന്നുറങ്ങുമ്പോ റസൂലുള്ളാഹിനെ കാണണേ. അബുൽ മവാഹിബ് ശാദുലി കണ്ടെന്ന് സൈനി ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ നൂനിയയുടെ ഐനിയയുടെ വ്യാഖ്യാനത്തിൽ ഹദറമി തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതിനൊന്നും അർഹതയില്ലെങ്കിലും ഒരു തവണയെങ്കിലും ഹബീബിനെ കാണണം, ആ മുഖമൊന്ന് പരിചയപ്പെടണേ. ബഹുമാനപ്പെട്ട അബുൽ മവാഹിബ് ശാദുലി കണ്ടപ്പോ പറഞ്ഞു, രാത്രിയും പകലും 1000 വീതം സ്വലാത്ത് ചൊല്ലുന്നയാളല്ലേ, അതിന് സമ്മാനമാണ് ഈ കാഴ്ച. നാളെ ഹൗളുൽ കൗസർ തരാം, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഓതിയ ആളല്ലേ. ചെറുപ്പക്കാരെ, അന്യപെണ്ണിനെ കൽബിൽ നിന്ന് മാറ്റിയിട്ട് ഹബീബിനെ സ്നേഹിക്കണം. പെണ്ണന്മാരെ, വൃത്തികേട്
ചിന്തകൾ മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് ഹബീബിനെ സ്നേഹിക്കണം. സ്വലാത്ത് ചൊല്ലിയിട്ട് രാത്രിയൊന്ന് കിടന്നുറങ്ങണം. അതാ വരുന്നു മൻ റആനി ഫിൽ നൗമി ഫഖദ് റഅൽ ഹഖ്ഖ മൻ റആനി ഫിൽ മനാമി കഅന്നമാ റആനി ഫിൽ യഖളാ ومن رآني فقد رآني فلا يتمثل الشيطان بي. കണ്ടാൽ ഞാൻ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണില്ലെന്ന് പറഞ്ഞത് ഇബ്നു തൈമിയ്യ മാത്രമാണ്. ഗസാലി ഇമാം അതിന്റെ ശൈലികൾ വിശദീകരിക്കുകയാണ്. സംഭവം ഇമാമുകൾ രേഖപ്പെടുത്തിയതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, തഫ്താസാനി ഇമാം കണ്ടില്ലേ? ലേഖനം എഴുതുന്നവരെ അബുൽ ഖാസിമുർ റസാഖിനെ കണ്ടില്ലേ? പ്രസംഗിക്കുന്നവരെ ഷറാനി മതങ്ങളെ കണ്ടില്ലേ? ആരാധനയിലായി കഴിഞ്ഞുകൂടുന്ന സാധാരണ അബുൽ ഷാബിലി തങ്ങളെ കണ്ടില്ലേ? ഇമാമുകളായ ഇമാമുകൾ മുഴുവനും കണ്ടുപോയില്ലേ? അതുകൊണ്ട് എനിക്ക് കാണണം, നമുക്ക് കാണണം, മദീനാവിനെ അനുഭവിക്കണം. ഒരു തവണയെങ്കിലും ഹബീബിനെ അല്ല പലതവണ കണ്ടിട്ട് പരിചിട്ട് മരിക്കണം. നാളെ ഖബറിൽ ചെല്ലുമ്പോ ഹബീബിനെ കാണുമ്പോൾ പിടഞ്ഞെഴുന്നേൽക്കണം. ഇമാം അഹ്മദ് തങ്ങൾ പറഞ്ഞ് ഖബർ കുഴിക്കുമ്പോ നിൽക്കാൻ ആഴമുള്ള ഖബർ കുഴിക്കണം. കാരണം ഹബീബിനെ കാണുമ്പോ നിൽക്കാനാ. അതുപോലെ റസൂലുള്ളാഹിനെ ഇഷ്ക് വെക്കണം. ഇനി എന്റെയും നിങ്ങളുടെയും കൽബിലേക്ക് രാജാവണം. അതുകൊണ്ട് എല്ലാ നേരങ്ങളും തെറ്റിൽ നിന്ന് സൂക്ഷിക്കണം. സ്വലാത്ത് വർദ്ധിക്കണം. എനിക്ക് മരിക്കണമെന്ന ബോധം വേണം. നമുക്ക് മരിക്കണമെന്നരമുണ്ടാകണം. പെണ്ണെ വൃത്തികേടിൽ നിന്ന് മുഴുവനും വിട്ടുനിൽക്കണം. നഫീസത്തുൽ മിസ്രിയ റസൂലുള്ളാഹി തങ്ങളെ കണ്ടതുപോലെ കാണണം. റാബിയ റളിയല്ലാഹു അൻഹ കണ്ടതുപോലെ കാണണം. സഫിയ റളിയല്ലാഹു അൻഹ അറിഞ്ഞതുപോലെ അറിയണം. അവസാന ഹബീബിന്റെ സാന്നിധ്യമുണ്ടാകുമെന്ന് റംലി പറഞ്ഞതുപോലെ മുഅ്മിനീങ്ങളിൽ പെട്ടെന്ന് മരിക്കണേ. ക്ഷമിക്കണേ, 2 മിനിറ്റ്. ഹബീബിന്റെ കൂടെ പോകാൻ നമുക്കർഹതയില്ല. സുദ്ദീഖുൽ മാറിത്തരുമോ? ബിലാൽ ഇബ്നു റബാഹ് തങ്ങളെ വിട്ടു നിൽക്കുമോ? റബീഅ റളിയല്ലാഹു അൻഹു മാറി നിൽക്കുമോ? സയ്യിദ് ഇബ്നു ഹാരിസ മാറി നിൽക്കുമോ? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങളെ ചെരുപ്പ് വിട്ടുതരുമോ? റബീഅ റളിയല്ലാഹു അൻഹു വെള്ളം കൈമാറിത്തരുമോ? അബൂ ഹുറൈറ തങ്ങൾ വിരിപ്പ് വിരിച്ചു കൊടുക്കുന്നതിന് പകരം നമ്മുടെ കയ്യിൽ തരുമോ? അങ്ങനെ എല്ലാ മുഹിബ്ബീങ്ങളും അവരവരുടെ റോളിൽ തന്നെ നാളെ നിൽക്കുമ്പോ എനിക്കിടമെവിടെ? നമുക്ക് സ്ഥാനമെവിടെ? ഹബീബ് സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയിൽ ഒന്ന് കിടക്കണം. ഹബീബ് നടക്കുമ്പോഴൊന്ന് തട്ടണം. സിദ്ദീഖുൽ അക്ബർ തൊട്ട് പിന്നിലൊന്ന് തട്ടിത്തരണം. അങ്ങനെ എല്ലാ ഇമാമീങ്ങളും കാലുകൊണ്ട് തട്ടി അവസാനം ഉമറുൽ ഖാലി തങ്ങളും കടക്കുമ്പോ മുദ്ദാഹി ഒന്ന് മണൽ തരിയായി സ്വർഗത്തിലൊന്ന് കയറി കിട്ടണം. ഹബീബ് ചവിട്ടിയതുകൊണ്ട് പുണ്യമുള്ള മണ്ണാണെന്ന നിലക്ക് സ്ഥാനം ലഭിക്കണമെന്നല്ലാതെ ആശിക്കാനിടമില്ല. അല്ലാഹുവേ,
ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനേ, സ്വീകരിക്കണേ റഹ്മാനേ. യാ അക്രമൽ ഖൽഖി മാ ലിമൻ നലൂലു ബിഹി وعنده للهادي الأمين يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. لك الحمد يا الله، لك الحمد يا ربي، حمدا كثيرا طيبا مباركا فيه جزيلا وجميلا بدوام ملك الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്‌ലിസിനെ സ്വീകരിക്കണം റഹ്മാനേ, ഞങ്ങളെ നീ കബൂലാക്കണം റഹ്മാനേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ ഇഷ്ട് നൽകണം റഹ്മാനേ. അവിടുത്തെ ഒരുപാട് തവണ കണ്ട് അവിടുത്തെ പരിചയപ്പെട്ട് മരിപ്പിക്കണം റഹ്മാനേ. കാണാൻ പറ്റുന്ന കണ്ണും പ്രേമിക്കാൻ പറ്റുന്ന കൽബും തരണം റഹ്മാനേ. അല്ലാഹുവേ, എല്ലാ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണം റഹ്മാനേ. റബ്ബേ, ഞങ്ങളുടെ സാദാത്തുക്കൾ ഉലമാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനേ. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തങ്ങളവർകൾക്കും ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവർകൾക്കും അതുപോലെ ഈ വേദിയിലുള്ള ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ, ആബിദീൻ ബാഫഖി തങ്ങൾ അടക്കമുള്ള സാദാത്തുക്കൾ, ഇവിടെ ദുആ ചെയ്യുന്ന സയ്യിദ് അവർകൾ, അതുപോലെ ആലിമീങ്ങൾ എല്ലാവർക്കും നീ ഇസ്സത്തും ആഫിയത്തുമുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനേ. ഒരുപാട് കാലം നിങ്ങൾക്ക് തണൽ നീട്ടിത്തന്ന ഈ സമുദായത്തിന് തണൽ നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബ് മുനവ്വറാക്കണം റഹ്മാനേ. ഇൽമ് വർദ്ധിപ്പിച്ചു തരണം റഹ്മാനേ. അമല് നൽകണം റഹ്മാനേ. സഫാഉള്ള ഖൽബാക്കണം റഹ്മാനേ. മരിക്കുന്നത് വരെ നിന്റെ ദീനിന്റെയും ഇൽമിന്റെയും ഖിദ്മത്തിലായി ഇഖ്ലാസോടെ നിലകൊള്ളാൻ കഴിവും അർഹതയും യോഗ്യതയും ഇൽമും തൗഫീഖും ഔദാര്യമായി നൽകണം റഹ്മാനേ. റബ്ബേ, ഈ സ്ഥാപനവും അനുബന്ധ സ്ഥാപനങ്ങളും ഇതിന് കീഴിൽ ലോകത്തിന്റെ നാനാദിക്കിലും നടക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളെല്ലാം ഖിയാമത്ത് നാൾ വരെ ഇസ്സത്തോടെ നിലനിർത്തി തരണം റഹ്മാനേ. ഒരുപാട് ആളുകൾ ഇവിടെ ദുആർക്കാൻ സംഭാവനകൾ നൽകിയവർ, പ്രത്യേകം ഓർമ്മിപ്പിച്ചവർ, ഇന്ന് മർക്കസിൽ വയലായതുകൊണ്ട് പ്രത്യേകം പറഞ്ഞവരുണ്ട്. എല്ലാവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ സഫലീകരിക്കണം റഹ്മാനേ.